നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 തിമോഥെയോസ് 5 അധ്യായം 10 വാക്യമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ, ഭവനത്തോടൊപ്പം തന്നെ, മാതാപിതാക്കളോടൊപ്പം തന്നെ ഏറ്റവും വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് ഉയർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പണം കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പണം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ചിലതും ഈ ഒരു സൊസൈറ്റിയിലുണ്ടല്ലേ. അപ്പോൾ ഒത്തിരി പേര് ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുട്ടി പണത്തിനെക്കുറിച്ച് വളരെയധികം വാചാലമായിട്ട് സംസാരിക്കുന്നത്. കാരണം പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാൻ കഴിയുള്ളൂ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ. ശരി തന്നെയാണ്. പക്ഷേ പണം മാത്രം മതിയോ നമുക്ക് ജീവിക്കാൻ? തീർച്ചയായിട്ടും ഈ ഒരു പണത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇതേ ദൈവത്തിന് വിശ്വസിക്കുന്നവർക്ക് പണത്തിനും ഒരു കുറവും ഉണ്ടാവത്തില്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ പണം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ദോഷം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പണം കൂടുന്നതിലൂടെ അല്ലെങ്കിൽ കുറയുന്നതിലൂടെ എന്തൊക്കെ ദോഷവും എന്ത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? നമുക്കൊരു സ്റ്റോറിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ട. ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ആൻറ്റി, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇന്ന് മഴയൊന്നും ഇല്ല. ഇന്ന് മഴയില്ല. വിഷമാണോ മഴയില്ലാത്തതിന്? ഇല്ല, ഒരു വിഷമവും ഇല്ല. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു കാലാവസ്ഥയൊക്കെ? നല്ല മഴയായിരുന്നു അല്ലേ? ഇവിടെയും മഴയായിരുന്നു. ഓക്കെ ആൻറ്റി, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? മിസ്സാക്കുന്നില്ലല്ലോ? ഓക്കെ, വളരെ സന്തോഷം ആൻറ്റി. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റോമിലെ സഭയ്ക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവൾ എന്ന് പൗലോസ് പറഞ്ഞത് ആരാണ്? മറിയ. ശരി ഉത്തരവാണ് ആൻറ്റി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. റെഡിയല്ലേ? ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പൗലോസിന്റെ ബന്ധുക്കളും തന്നോടൊപ്പം തടവിലുണ്ടായിരുന്നവരും ആരാണ്? ശരി ഉത്തരവാണ് ആൻറ്റി, അന്ത്രോനിക്കോസ് യൂനിയാവ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആൻറ്റിയുടെ ഒരു നല്ല പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്. ആൻറ്റി റെഡി അല്ലേ? ഓക്കെ ആൻറ്റി, പാടിക്കോളൂ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. നല്ലൊരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആൻറ്റി? ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പൗലോസ് അന്ത്രോനിക്കോസിനെയും യൂനിയാവിനെയും കുറിച്ച് പറഞ്ഞത് എന്താണ്? ഓക്കെ, പൗലോസ് അന്ത്രോനിക്കോസിനെയും യൂനിയാവിനെയും കുറിച്ച് പറഞ്ഞത് എന്താണ്? അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവരുടെ പേര് കൊണ്ടുവരും. ഓക്കെ, അത് ഓക്കെ. അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവർ എങ്ങനെയുള്ളവരാണ്? അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ കൊണ്ടുവരും. എനിക്ക് മുൻപേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാകുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയത്തോസിന് വന്ദനം ചൊല്ലി. ഓക്കെ ആൻറ്റി, ശരി ഉത്തരാണ് കേട്ടോ. ബൈബിളിന്റെ ചെറിയൊരു വ്യത്യാസമായിരിക്കും. ആൻസർ ഇങ്ങനെയാണ്. അവർ അപ്പോസ്തലന്മാരിൽ മികച്ചവരും
പൗലോസിന് മുൻപേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആയിരുന്നു. ഓക്കെ വിശ്വസിച്ചവരുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റി റെഡിയാണോ? പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. പൗലോസിന്റെ ബന്ധുവായവൻ ആരാണ്? നർക്കിക്കോസ് അല്ല. ഹെരോദിയാണ്. അതെ, ശരി ഉത്തരമാണ് ആന്റി, ഹെരോദിയോൻ. ഓക്കെ ആന്റി, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. നല്ലൊരു വചനം പറയാവോ? പറഞ്ഞോളൂ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് കേട്ടോ. വളരെ നന്ദിയുണ്ട്. അപ്പോ നമ്മൾ ഇനി അടുത്ത് വിളിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് കുഞ്ഞമ്മ തോമസ് ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലിട്ട് കടന്നാലോ? അപ്പോൾ നമ്മുടെ സ്റ്റോറി ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മുക്കുവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഒരു വലിയ മരത്തിൻ്റെ തണലിൽ വന്ന് പാട്ടം കേട്ടങ്ങനെ ഇരിക്കുകയാണ്, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരാൾ, ആ ഒരു മനുഷ്യൻ ഈ ഒരു വഴിയെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയെ നടന്ന് പോയപ്പോൾ ഈ ഒരു മുക്കുവൻ കുറച്ച് മീനിനെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ഒരു പാട്ടം കേട്ട് അങ്ങനെ കിടക്കുന്നത് ഇദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുവാണ്. ഇദ്ദേഹം ഓടി വന്നിട്ട് ഈ മുക്കുവനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കിട്ടുന്ന സമയം ഇങ്ങനെ വൃഥാ പാഴാക്കുന്നേ? നിങ്ങൾക്ക് കുറച്ചുകൂടെ അധ്വാനിച്ചുകൂടെ? കുറച്ചുകൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുക്കുവൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എനിക്ക് ഇന്ന് ആവശ്യത്തേക്കുള്ള മീനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്, ഇത് തന്നെ എനിക്ക് ധാരാളം മതി ഇന്നത്തെ ദിവസത്തേക്ക്. അപ്പോൾ ഈ ഒരു ബിസിനസ്സുകാരൻ പറയുവാണ്, അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ഒരു സമയം കൊണ്ട് കുറച്ചുകൂടെ മീനിനെ വാങ്ങിച്ച് അല്ലെങ്കിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് വിറ്റുകൂടെ? അപ്പോൾ ഈ ഒരു മുക്കുവൻ ചോദിക്കുകയാണ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറയുകയാണ്, അല്ല മിസ്റ്റർ, നിങ്ങൾ അത്രയും മീനിനെ കൂടെ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ അതിന് വിറ്റാൽ കുറച്ചുകൂടെ പണം കിട്ടത്തില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഒരു മുക്കുവൻ ചോദിക്കാന്, ആ പണം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ആ പണം കൂട്ടി വെച്ചിട്ട് കുറച്ചുകൂടെ വലിയ ബോട്ട് വാങ്ങിക്കൂടെ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ്സുകാരന് ദേഷ്യം വന്നു കേട്ടോ. ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ബോധമില്ലേ? വലിയൊരു ബോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടലിൻ്റെ ആഴത്തിലേക്ക് പൊയ്ക്കൂടെ? അവിടെ ചെന്ന് നിങ്ങൾക്ക് കൂടുതൽ മീനിനെ പിടിക്കാനായിട്ട് സാധിക്കത്തില്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബിസിനസ്സുകാരന് വീണ്ടും പറയാനായിട്ട് തുടങ്ങി. എങ്ങനെയും അയാൾക്ക് അയാളുടെ ആ ഒരു എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇയാൾ കൂടുതൽ പറയാനായിട്ട് തുടങ്ങി. തീർച്ചയായിട്ടും ഇയാളൊരു മന്ദബുദ്ധി തന്നെയാണ് എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ ദൂരത്തേക്ക് കടലിൻ്റെ ആഴത്തിലേക്ക് പോയാൽ നിറയെ മീൻ കിട്ടില്ലേ? ആ മീനെല്ലാം കൊണ്ട് നിങ്ങൾക്ക് വിറ്റ് കൂടെ പണം നേടാനായിട്ട് സാധിക്കത്തില്ലേ? അപ്പോൾ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ ബിസിനസ്സുമാൻ പറഞ്ഞു, അല്ല, ആ പണം കൊണ്ട് നിങ്ങൾക്ക് 2-3 ബോട്ടുകൾ വാങ്ങാൻ പറ്റില്ലേ? അത് കഴിഞ്ഞിട്ട് ഒരുപാട് തൊഴിലാളികളെ അതിൽ തൊഴിലിനായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്നെപ്പോലെ റെസ്റ്റ് എടുത്തൂടെ? നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ പണക്കാരനായിട്ട്? ഇപ്പോൾ നമ്മുടെ തൊഴിലാളി, അതായത് നമ്മുടെ ഈ ഒരു മുക്കുവൻ ആ ഒരു ബിസിനസ്മാനോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നേ? എനിക്കിപ്പോൾ എന്താ എൻജോയ്മെൻ്റ് ഇല്ലേ? എനിക്കിപ്പോൾ എന്താ ഹാപ്പിനെസ് ഇല്ലേ? ഞാനിപ്പോൾ സന്തുഷ്ടവാനാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനായി നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരി ഞാനിപ്പോൾ സന്തുഷ്ടവാനാണ്. നിങ്ങൾക്ക് കടം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ലോൺ ഉണ്ടായിരിക്കും, പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്. അപ്പോൾ ബിസിനസ്മാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണോ? ഒരുപക്ഷെ ശരിയായിരിക്കാം അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ ഇവരുടെ ഈ ഒരു കഥ കേട്ടിട്ട്? നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, എവിടെന്നാ വിളിക്കുന്നേ? അടിമാലിന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആന്റി? വീട്ടിൽ ആരുമില്ല മോളെ, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആന്റി തനിച്ചാണോ? മക്കളൊക്കെ പുറത്താണോ? മക്കളൊക്കെ പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ചു വിട്ടു, പിന്നെ പുറത്തുണ്ട് 2 പേര്. ഓക്കെ, അപ്പോ തനിച്ചാണ്. തനിച്ചായിട്ടുള്ളവരുടെ അടുത്ത് ഏറ്റവും വലിയൊരു സമീപസ്ഥനുണ്ട്, അതാരാണ്? അതാണ് നമ്മളെ കൂട്ട്. തീർച്ചയായിട്ടും.
ദൈവം എന്നും കൂടെ ഉണ്ട്. അപ്പൊ തനിച്ചൊന്നും അല്ല കേട്ടോ, ഒറ്റയ്ക്കൊന്നും അല്ല, ദൈവം ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ആന്റി? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ആഹാ, ഓക്കെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ ആന്റി. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കർത്താവിൽ വളരെ അധ്വാനിച്ചിരുന്നവൾ എന്ന് പൗലോസ് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആന്റി? ഒന്നുകൂടെ വായിക്കണോ? കർത്താവിൽ വളരെ അധ്വാനിച്ചിരുന്നവൾ എന്ന് പൗലോസ് പറഞ്ഞത് ആരെ കുറിച്ചാണ്? അധികമൊന്നും വചനത്തിൽ നമ്മൾ അധികമായിട്ട് കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, ഒരു റെയർ ആയിട്ടുള്ളൊരു പേര്. അല്ല ആന്റി, അതെ അതെ, ശരി ഉത്തരമാണ് ആന്റി, പെർസീസ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: റോമിലെ സഭയിൽ ക്രിസ്തുവിൽ സമ്മതനായവൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്രിസ്തുവിൽ സമ്മതനായവൻ എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശരി ഉത്തരമാണ് ആന്റി, അപ്പെല്ലോസ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് പാട്ട് പാടാറുണ്ടോ ആന്റി? പാടാറുണ്ടോ? അപ്പൊ ഒരു പാട്ട് പാടാവോ? ഓക്കെ. എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ, വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ. ലോകവാസമോർക്കുമ്പോൾ തീയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ, ആനന്ദം പരമാനന്ദം പ്രഭോ. ലോകവെയിൽ പെട്ടതായി വാളിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി, തന്റെ കാന്ത എത്ര സുന്ദരി. കൂടാരങ്ങളെ സോളമന്തിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. കൂടാരങ്ങളെ സോളമന്തിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നുമേലെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ, ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ഈ സോങ് ആദ്യമായിട്ടാ കേൾക്കുന്നേ, നല്ല പാട്ട്. ഇതേ ഞങ്ങള് ഗ്ലോബൽ മീറ്റിങ്ങിന് അന്നേരം അവിടെ പാടിയ പാട്ടാ. ഓക്കെ, നല്ല പാട്ട്. ഗ്ലോബൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് പാടിയ പാട്ടാ. ഓക്കെ, നല്ല പാട്ട്. ശരി ആന്റി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കർത്താവിൽ അധ്വാനിക്കുന്നവരായി വന്ദനം ചൊല്ലിയത് ആർക്കാണ്? എന്തോ? അല്ല, രണ്ടുപേരുണ്ട്. ശരി ഉത്തരമാണ് ആന്റി, ത്രൂഫൈനയ്ക്കും ത്രൂഫോസയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റി റെഡിയാണോ? ആന്റിക്ക് ഏതെങ്കിലും വചനം പറയാൻ താല്പര്യമുണ്ടോ? വചനം പറയാനോ? എന്തേലും ഒരു വാക്യം. ഓക്കെ, ഒന്നുകൂടെ പറയൂ ആന്റി. ഞാൻ ആരെ ഭയപ്പെടും. ഓക്കെ, നല്ലൊരു വചനമാണ്. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: കർത്താവിൽ പ്രസിദ്ധനായത് ആരാണ്? ശരി ഉത്തരമാണ് ആന്റി, റൂഫോസ്. ഓക്കെ,
അപ്പൊ 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? ഓക്കെ, സന്തോഷമായി. ഓക്കെ ആന്റി, ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കും തിരിച്ചു വിളിക്കണം ഇനിയും. അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അന്നമ്മ ആന്റി ആയിരുന്നു. വളരെ സന്തോഷം ആന്റി വിളിച്ചതിൽ. ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം അല്ലേ. അപ്പോൾ 2 കാഴ്ചപ്പാടുള്ള 2 വ്യക്തികളെയാണ് നമ്മളിവിടെ കണ്ടതല്ലേ. അപ്പോൾ ഏറ്റവും പണമാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഓർത്ത് ജീവിക്കുന്ന ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരാളും, പക്ഷേ പണത്തിനെക്കാളും വില മതിക്കുന്ന പലതും തൻ്റെ ജീവിതത്തിലുണ്ട്, അതിനെ മാത്രം മുൻനിർത്തി ജീവിക്കുന്ന ഒരു സാധാരണ ഒരു മുക്കുവനെയും ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടതല്ലേ. അപ്പോൾ ഇവരിലെ ആരുടെ പക്ഷത്താണ് നാം ഓരോരുത്തരും നിൽക്കേണ്ടത്? നമുക്കറിയാം, പണം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ആ പണം ഉണ്ടായിട്ടും മനസ്സമാധാനമില്ലാതെ ഓടിക്കൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. ഒരുപാട് പണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് നേടാനായിട്ട് കഴിയും. അതായത് ചിലപ്പോൾ ഒരുപാട് പണം ഉണ്ടായിട്ടും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരും, അല്ലെങ്കിൽ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരും, അതുപോലെ ലോൺ അടയ്ക്കാനായിട്ട് നെട്ടോട്ട് ഓടുന്നവരും ആയിരിക്കും ഒത്തിരി പേരല്ലേ. പണം നേടണം എന്നുണ്ടെങ്കിൽ നേടുന്നവർക്ക് പിന്നിലും ഒത്തിരി കടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ഈ മുക്കുവൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നല്ലേ. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കാരണം വേറെ ഒരു ബാധ്യതയുമില്ല, ഒന്നുമില്ല. അന്നോടന്ന് കിട്ടുന്ന സാധനം കൊണ്ട് ജീവിക്കുന്നു, കുടുംബം പുലർത്തുന്നു, ആ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതെത്രയോ നല്ലൊരു കാര്യം തന്നെയാണല്ലേ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സൂസൻ മലപ്പള്ളി. ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡും ഞാനും ഇപ്പൊ 2 പേര് ഇവിടെ ജോലിയിലാണ്. ഓക്കെ ഓക്കെ ആൻറ്റി, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരിൽ നിന്ന് അകന്നു മാറുവാനാണ് പൗലോസ് റോമിലെ സഭയെ പ്രബോധിപ്പിച്ചത്? ആരിൽ നിന്ന് അകന്നു മാറുവാനാണ് പൗലോസ് റോമിലെ സഭയെ പ്രബോധിപ്പിച്ചത്? സഭയിൽ അതെ, ശരി ഉത്തരവാണ് ആന്റി. ഭിന്നതകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരിൽ നിന്ന്. ഓക്കെ, ബൈബിളിലെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ടാണേ വാക്കുകൾ മാറിപ്പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവർ വഞ്ചിക്കുന്നത് ആരെയാണ്? ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവർ വഞ്ചിക്കുന്നത് ആരെയാണ്? ശരി ഉത്തരവാണ് ആന്റി, സാധുക്കളുടെ ഹൃദയങ്ങളെ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റി, നമുക്ക് പണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഈ ലൈഫില്. പക്ഷെ പണം കൂടിയാലും പ്രശ്നമല്ലേ ആന്റി? കാരണം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നവരാണ് കൂടുതലും. പണം ഉണ്ടെങ്കിലും നമുക്ക് ആരെയും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള മിക്കവരും. അപ്പൊ ആന്റിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എപ്രകാരമാണ് നമുക്ക് പണം ഹാൻഡിൽ ചെയ്യേണ്ടത്? പണം ദൈവത്തെ സ്നേഹിക്കണം. ഓക്കെ, ഇത് തരുന്നതും ആരാണ്? ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടൂ. ആ ഒരു നന്ദി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ? അതെ. അപ്പൊ ഈ പണത്തിനോട് നമ്മുടെ ഹൃദയം പോവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആന്റി? ആന്റിയുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആന്റിക്ക് ഒരുപാട് പണം കിട്ടി, അപ്പൊ ദൈവത്തെ മറക്കാനും പാടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആന്റി ഹാൻഡിൽ ചെയ്യും? കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഓക്കെ, പാവങ്ങളായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും അത് സഹായിക്കണം. ആഹാ, ഓക്കെ. അപ്പോൾ ആ ഒരു പണം മറ്റുള്ള നല്ല നല്ല കാര്യങ്ങൾക്കും കൂടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടാവുള്ളൂ അല്ലേ?
അതെ അതെ ശരിയാണ്. ഓക്കെ ആൻറ്റി, നല്ലൊരു ചിന്തയായിരുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആരുടെ അനുസരണമാണ് പൊതുവെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നത്? ആരുടെ അനുസരണമാണ് പൊതുവെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നത്? ദൈവത്തെ വിളിച്ച ഒരു സഭയാണ്. ആരുടെയോ ഒരു അനുസരണം, ഏതോ ഒരു സഭയുടെ അനുസരണം വളരെ പ്രസിദ്ധമാണ് എല്ലാവരുടെ ഇടയിലും. ദൈവത്തോടുള്ള ഒരു അനുസരണം. നിങ്ങളുടെ ഹൃദയം ഒരു മാർപ്പാപ്പ. ശരി ഉത്തരവാണ് ആൻറ്റി, റോമയിലെ സഭയുടെ. ആ ക്ലൂ തന്നു കഴിഞ്ഞാൽ ആൻറ്റി പെട്ടെന്ന് പറയും. അതെനിക്കറിയാതെ കേട്ടോ പറയാതെ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു 2 വരി പാട്ട് പാടാൻ ആൻറ്റിക്ക് താല്പര്യമുണ്ടോ? ഹലോ ആൻറ്റി, നല്ല പാട്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: എങ്കിലും പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും ആകണം. ശരി ഉത്തരവാണ് ആൻറ്റി, നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞരും ആകണമെന്ന്. അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? ഓക്കെ ആൻറ്റി, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആൻറ്റി. പിന്നെ എനിക്ക് സന്തോഷാണ് ആൻറ്റി, പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആൻറ്റി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സൂസൻ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനി നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക ആൻറ്റി. നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ 2 തരത്തിലുള്ള ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ ഒരാൾ അധികമായിട്ട് ദ്രവ്യാഗ്രഹത്തെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ മറ്റേ ആൾ ജീവിക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു ബിസിനസ്മാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം തൻ്റെ സമയമെല്ലാം ചെലവഴിച്ച് തൻ്റെ ആരോഗ്യമൊക്കെയും കളഞ്ഞ് അത്രയും അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു. അത്രയും കാശുണ്ടാക്കി ജോലിക്കാരെ വെക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും നാൾ ഇത്രയും കഠിനമായിട്ട് അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയായിരിക്കും പോവും അല്ലേ? വെറുതെ ആയി പോവും അല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി പത്രം എന്താണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുമായിരിക്കും. ആ ഒരു പ്രോഫിറ്റ് കുടുംബം അനുഭവിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് സമാധാനമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ സന്തോഷമായിട്ട് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ വചനം വായിക്കാനോ കിട്ടുന്ന ആ ഒരു ഫ്രീ ആയിട്ടുള്ള ടൈമാണ് അദ്ദേഹം വെറുതെ വേസ്റ്റ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ കിട്ടുന്ന സമയം മറ്റുള്ളവരുടെ ആ ഒരു ഉപദേശം നല്ലതാണെങ്കിൽ എടുക്കുക കേട്ടോ. പക്ഷേ ഇയാൾ ഇത്രയും അധ്വാനിക്കുന്ന ആളാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും അധ്വാനിക്കുന്ന ഒരാൾക്ക് എന്താണ്, തനിക്കുള്ളത് മതി എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ മതിയെന്ന് തന്നെയാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് ജീവനുണ്ടോ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് അറിയാനേ കഴിയില്ലല്ലേ. ഇപ്പോഴുള്ള നിമിഷം എങ്ങനെയാണ്, അധ്വാനിക്കേണ്ടപ്പോൾ അധ്വാനിക്കുക തന്നെ ചെയ്യുക, പണം സമ്പാദിക്കേണ്ട സമയത്ത് പണം സമ്പാദിക്കുക തന്നെ ചെയ്യുക. അമിതമായിട്ട് അതിനെ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ ഓടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് മാത്രം. അപ്രകാരം അത്രയും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പണത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.